ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രാർത്ഥനയോടുകൂടി ഇന്ന് നമുക്ക് തിരുവചനങ്ങളെ ധ്യാനിക്കാം. സ്നേഹതിയാകുന്ന സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ കടന്നു വന്ന് അങ്ങയുടെ തിരുവചനങ്ങളെ ചിന്തിപ്പാൻ തക്കൊണ്ടങ്ങ് ഒരുക്കിയിരിക്കുന്ന മുഖാന്തരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ആത്മനിറവിൽ രചിക്കപ്പെട്ട ഈ വചനം പരിശുദ്ധാത്മനിറവിൽ ഘോഷിക്കുവാനും കേൾക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വർധനവുണ്ടായി അങ്ങോട്ട് ചേർന്ന് ജീവിക്കാനുള്ള മുഖാന്തരം ഒരുക്കണമേ. വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നല്ല നിലത്ത് വീണ വിത്തുപോലെ ഈ വചനങ്ങൾ പ്രയോജനപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിപ്പാൻ ഞങ്ങളുടെ കാതുകളെയും ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് തുറക്കണമേ. സാലത്തിൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 47-48 തിരുവചനങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 47 and 48. യജമാനൻ്റെ ഇഷ്ടമറിഞ്ഞ് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് ധാരാളം അടി കൊള്ളേണ്ടി വരും. അറിവില്ലായ്മയാൽ അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ച് അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക അനുഗ്രഹങ്ങൾ അധികമായി പ്രാപിച്ച് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ കൂടുതൽ ഉണ്ടാകുവാനുള്ള പരിശ്രമവും പ്രാർത്ഥനയൊക്കെയും അനേകരുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. നല്ലൊരു ശതമാനം ആളുകളും അവരുടെ പ്രാർത്ഥനയിൽ മുഖ്യസ്ഥാനം നൽകുന്നത് അല്ലെങ്കിൽ മുഖ്യ വിഷയമാകുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അത് ഒരു തെറ്റുമില്ല. കാരണം കർത്താവ് നമ്മെ തിരുവചനത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, യാചിപ്പിൻ ലഭിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്നെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിലും നമുക്കത് കാണുവാൻ തക്കോണം കഴിയും. പക്ഷേ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടോ എന്ന സംശയമാണ്. നാം ഈ ഭൂമിയിലേക്ക് വന്നത് ഒന്നുമില്ലാത്തവരായിട്ടും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് ഒന്നുമില്ലാത്തവരുമായിട്ടാണ്. അപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് നാം പ്രാപിച്ച ഓരോ അനുഗ്രഹങ്ങളും അത് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയുക്തമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവമാണ്. ആ അനുഗ്രഹങ്ങൾ എത്രത്തോളം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയുക്തമാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്? അത് പണപരമായി മാത്രമല്ല. പണം തീർച്ചയായും അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സമ്പത്തും ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യവും കഴിവുകളും സമയങ്ങളും ഒക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം അതിന് കണക്ക് നൽകേണ്ടവരാണ്. കാരണം മനുഷ്യ ജീവിതം ഹ്രസ്വമാണ്. ഇതിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട്. ഈ ലോക ജീവിതത്തിൽ നാം ചെയ്യേണ്ട ചുമതലകൾ, ദൗത്യങ്ങൾ അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായി തീരണം. ഇവിടെ നാം വായിച്ച തിരുവചനത്തിൽ നാം വായിക്കുന്നു, യജമാനൻ്റെ ഇഷ്ടമറിഞ്ഞ് ഒരുങ്ങാതെയും അവൻ്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് ധാരാളം അടികൊള്ളും. ദൈവഹിതം അറിഞ്ഞിട്ട് പ്രവർത്തിക്കാതിരിക്കുന്ന വ്യക്തികൾ, അവരുടെ ശിക്ഷ വളരെ വലുതാണെന്ന് നാം ഇവിടെ കാണുകയാണ്. അപ്പോൾ ദൈവവചനം നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന വചനം നമ്മെ ന്യായം വിധിക്കും. ആ വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിന് നാം ശിക്ഷാർഹരാണ്. തുടർന്ന് നാം വായിക്കുന്നു, അറിവില്ലായ്മയാൽ അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ച് അടികൊള്ളും. വളരെ
ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. 3 തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഒന്ന്, അറിവില്ലാത്ത വ്യക്തികൾ, അതായത് ദൈവത്തെ അനുഭവമാക്കാത്ത, അല്ലെങ്കിൽ ദൈവത്തെ അറിയാത്ത, അല്ലെങ്കിൽ ദൈവഹിതം എന്തെന്നറിയാതെ ഈ ലോകത്ത് ജീവിക്കുന്ന വ്യക്തികൾ. അത് ഒരുപക്ഷെ ക്രൈസ്തവർ തന്നെ അതിലുണ്ടാകും. നാം ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഒരു ക്രൈസ്തവനായി നാം ജീവിക്കുന്നു. അപ്രകാരമുള്ള അനേക ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിലായിരിക്കുന്നു. എന്നാൽ ദൈവിക അനുഭവം പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ദൈവിക അനുഭവം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം എന്താണ്, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം, എന്നിൽ നിന്നുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്താണെന്ന് അറിയാതെ ഈ ലോകപ്രകാരം ജീവിക്കുന്ന അനേക വ്യക്തികൾ, അതാണ് ആദ്യ ഗണത്തിൽപ്പെടുന്നവർ. അത് നാം വായിക്കുന്നു, അറിവില്ലായ്മയാൽ അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറച്ച് അടികൊള്ളും. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദൈവിക അനുഭവമില്ല, ദൈവം ആ വ്യക്തിയെക്കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ, എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനുമുണ്ട് ശിക്ഷ. കാരണം ദൈവം നീതിയുടെ ന്യായാധിപതിയാണ്. നീതിമാനായതുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാതിരിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയുള്ള ഗണത്തിൽപ്പെടുന്നവരാണ് ആദ്യ ഗണം. രണ്ടാമത് നാം കാണുന്നു, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ ദൈവിക അനുഭവമുണ്ടായി ദൈവവുമായൊരു ബന്ധത്തിൽ ജീവിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ, അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ബാധ്യസ്ഥരായിട്ടുള്ളവരാണ്. അവർക്കറിയാം ദൈവമാണ് അവരുടെ എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടം. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്നവർക്കറിയാം. ആ ദൈവിക അനുഗ്രഹം, ദൈവഹിതം മനസ്സിലാക്കിയിട്ടും ദൈവഹിതം അനുസരിക്കാതെ ജീവിക്കുന്ന വ്യക്തികൾ, രണ്ടാം ഗണത്തിൽപ്പെട്ട വ്യക്തികൾ, വളരെ ലഭിച്ചവർ, അവരോട് വളരെ ആവശ്യപ്പെടും. ഇനി മൂന്നാം ഗണത്തിൽപ്പെടുന്ന അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. ഇത് മൂന്നാം ഗണത്തിൽപ്പെടുന്ന, അതായത് ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകളൊക്കെയും ഉണ്ട്, എന്നാൽ അത് പോരാ, കൂടുതൽ വേണം. അതിനായി പ്രാർത്ഥിക്കുകയും അതിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നേർച്ച കാഴ്ചകൾ നടത്തുകയും ചെയ്ത് ദൈവിക അനുഗ്രഹങ്ങൾ കൂടുതലായി പിടിച്ച് പറ്റിയ വ്യക്തികൾ, ആ ഗണത്തിൽപ്പെടുന്നവർ. നാം വായിക്കുകയാണ് ഇവിടെ, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കുക. അത് ഏറ്റുവാങ്ങിയ, ദൈവത്തോട് ചോദിച്ച് വാങ്ങിയ വ്യക്തികളാണ് എന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നാം പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിച്ച അനേകർ ഉണ്ട്. അതായത് രോഗമായിരിക്കാം, രോഗത്തിൻ്റെ അവസ്ഥയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് രോഗത്തിൽ നിന്ന് സൗഖ്യം ദൈവം നൽകുന്നു. ദൈവം നൽകിയ സൗഖ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ് നീട്ടുകയാണ്. അപ്പോൾ ആ ശേഷിച്ച ആയുസ് ദൈവനാമമഹത്വത്തിനു വേണ്ടി കൂടുതൽ പ്രയോജനപ്പെട്ടവരായി ജീവിക്കുവാൻ കഴിയണം. അതുപോലെ ഓരോ കാര്യവും ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഓരോ ജോലി, നമുക്കൊരു ജോലിയുണ്ട്, എന്നാൽ അത് പോരാ, നല്ല അതിലും മെച്ചമായൊരു ജോലി വേണം. അതിനായി നാം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെയും നാം ചെയ്ത് ദൈവം അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നാം പിടിച്ചെടുത്തതാണ്, ദൈവത്തോട് ചോദിച്ചു വാങ്ങിയതാണ്, ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്രകാരം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആനുപാതികമായി ദൈവനാമമഹത്വത്തിനു വേണ്ടി നമുക്ക് ജീവിക്കുവാൻ കഴിയണം എന്നിവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കർത്താവ് ഒരു ഉപമ പറയുമ്പോൾ, ആ ഉപമ പറഞ്ഞതിന് ശേഷം പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ്, 41-ാം വാക്യം, കർത്താവേ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് പത്രോസ് ചോദിച്ചതിന്. അപ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. അതായത് യജമാനൻ കല്യാണത്തിന് പോയി മടങ്ങി വന്ന് വാതിലിൽ മുട്ടിയ ഉടനെ അവന് വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവിൻ, എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരു ഉപമ പറയുകയാണ്. അതിനുശേഷം കർത്താവിനോട് ചോദിക്കുകയാണ് പത്രോസ്, കർത്താവെ, ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ? അപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു ഡയറക്റ്റ് ആൻസർ അല്ല കർത്താവ് നൽകുന്നത്. മറ്റൊരു ഉപമ കർത്താവ് പറയുകയാണ്. കർത്താവ് പറഞ്ഞത്, യഥാസമയത്ത് ഭക്ഷണവിഹിതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ നിയോഗിക്കുന്ന
വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗ്രഹവിചാരകൻ ആര്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിലും അവനെ വിചാരകനാക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ ഭൃത്യൻ യജമാനൻ താമസിച്ചേ വരികയുള്ളൂ എന്ന് ഹൃദയത്തിൽ പറഞ്ഞ് ദാസന്മാരെയും ദാസിമാരെയും തല്ലുവാനും തിന്നുകുടിച്ച് മതിക്കുവാനും തുടങ്ങിയാൽ അവൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അവൻ അറിയാത്ത സമയത്തും ആ ഭൃത്യൻ്റെ യജമാനൻ വന്നവനെ ശിക്ഷിക്കുകയും അവിശ്വസ്തരോടുകൂടെ അവന് പങ്ക് കൽപ്പിക്കുകയും ചെയ്യും. നാം താലന്തുകളുടെ ഉപമയിൽ കർത്താവ് ഇതിന് തുല്യമായ ഒരു ഉപമയാണ് അവിടെ നൽകുന്നത്. ആ യജമാനൻ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ വിളിച്ച് 5 താലന്തും, മറ്റൊരു വ്യക്തിക്ക് 2 താലന്തും, മൂന്നാമത് വ്യക്തിക്ക് 1 താലന്തും അവരുടെ കഴിവുകളനുസരിച്ച് അവർക്ക് നൽകുകയാണ്. ഓരോ വ്യക്തിക്കും ഉള്ള കഴിവുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് 5ഉം 2ഉം 1ഉം അവർക്ക് നൽകുന്നത്. യജമാനൻ കടന്നുപോയി മടങ്ങി വരുമ്പോൾ 5 ലഭിച്ചവൻ 5 താലന്ത് കൂടി നേടി. യജമാനോട് പറയുകയാണ്, അങ്ങ് 5 താലന്താണല്ലോ എന്നെ ഏൽപ്പിച്ചത്, 5 കൂടി നേടിയിരിക്കുന്നു. രണ്ടാമത്തെ വ്യക്തി, അവന് 2 ലഭിച്ചു, അവനും 2 നേടി. അപ്പോൾ രണ്ടുപേരും 100% അവർക്ക് കിട്ടിയ താലന്തുകളെ വർദ്ധിപ്പിക്കുകയാണ്. മൂന്നാമത്തെ വ്യക്തി അത് നഷ്ടപ്പെടുത്തിയില്ല, അവൻ കുഴിച്ചിട്ടു. എന്നിട്ട് അവൻ പറയുകയാണ്, നീ അങ്ങയുടെ മനോഭാവം അല്ലെങ്കിൽ അങ്ങ് അപ്രകാരം ഒരു ആളായതുകൊണ്ട് ഞാനിത് ചെയ്തില്ല, ഞാനിത് കുഴിച്ചിട്ടു. അപ്പോൾ യജമാനൻ പറയുകയാണ്, നീ ഇത് പലിശക്കാരന് കൊടുത്തിരുന്നുവെങ്കിൽ പലിശയോടുകൂടി അതെനിക്ക് മടങ്ങി കിട്ടുമായിരുന്നു. അവനെ അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുവാൻ തക്കോണം ആ ഉപമയിലൂടെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ ഒക്കെയും നാം എങ്ങനെ ഉപയുക്തമാക്കുന്നു ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ? നമ്മുടെ വ്യക്തിപരമാകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നന്മ മാത്രമാണോ നാം എപ്പോഴും ചിന്തിക്കുന്നത്? ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് സമ്പത്തായിരുന്നാലും കഴിവുകളായിരുന്നാലും നമ്മുടെ സമയമായിരുന്നാലും നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ താലന്തുകളും ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം ഉപയുക്തമാക്കണം എന്നിവിടെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്യാതെ വരുമ്പോൾ അതിന് ശിക്ഷയുണ്ട് എന്നുകൂടി ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. പല തിരുവചനങ്ങളിലായിട്ട് ഇത് നമുക്ക് കാണുവാൻ തക്കോണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 27-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകും. കർത്താവിൻ്റെ 2ാം വരവിനെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുകയാണ്. മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്കും തക്കവണ്ണം പ്രതിഫലം നൽകും. നാം എങ്ങനെ പ്രവർത്തിച്ചു അതിനാനുപാതികമായ പ്രതിഫലം നൽകുവാനത്രേ കർത്താവ് രണ്ടാമതും വരുന്നത്. അത് മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒരുപോലെ പ്രതിഫലം നൽകുവാനായിട്ടാണ് അവൻ കടന്നു വരുന്നത്. മരിച്ചവർ ആദ്യം ഉയർക്കുകയും ജീവിച്ചിരിക്കുന്നവർ അവനോട് ചേർക്കപ്പെടുകയും ചെയ്യുമെന്ന് നാം വായിക്കുന്നുണ്ട് 2ാം വരവിൽ. അപ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുമ്പോൾ അത് 60, 70, 80 അല്ലെങ്കിൽ 100 വർഷങ്ങൾ നാം ജീവിക്കുമ്പോൾ നാം എത്രത്തോളം ദൈവഹിതം ആരാഞ്ഞ് ദൈവഹിതം അന്വേഷിച്ച് ജീവിക്കുന്നവരാണ്. ദൈവം നൽകിയിരിക്കുന്ന എല്ലാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി നമ്മുടെ കാര്യങ്ങൾ ചെയ്തതെന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുവാൻ തക്കവണ്ണം ആണ് ഇതൊക്കെയും ദൈവം നൽകിയിരിക്കുന്നതെങ്കിൽ പോലും അതിൽ ഒരു പങ്ക് ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയുക്തം. നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് ദൈവനാമ മഹത്വത്തിനായിട്ട് തീരണം. ദൈവം നമുക്ക് ആവശ്യത്തിലധികം അല്ലെങ്കിൽ ആവശ്യം പോലെ പണം നൽകുമ്പോൾ അത് ദൂർത്തടിച്ച് നമ്മുടേതാകുന്ന എന്തെങ്കിലും ഈ ലോകത്ത് കാട്ടിക്കൂട്ടാൻ അല്ല ദൈവം നമുക്ക് നൽകുന്നത്. ചില വിവാഹങ്ങളൊക്കെ നടക്കുമ്പോൾ എത്രയധികം എന്തുമാത്രം പണം വാരിക്കോരിയാണ് അതൊക്കെ നടത്തുന്നത്, ആർക്ക് പ്രയോജനപ്പെടുന്നു? അത് നാട്ടുകാർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ പറയും ഇത്രയും ആർഭാടമായി നടത്തി, അതിനുപരിയായിട്ട് ആർക്കും പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ അപ്രകാരമുള്ള സന്ദർഭങ്ങളിൽ യോഗ്യമായ രീതിയിൽ നടത്തുക, അതോടൊപ്പം തന്നെ വിവാഹം ചെയ്ത് കൊടുക്കുവാൻ മാർഗമില്ലാതിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുകൾ ഉള്ളപ്പോൾ അവരെ ഒന്ന് സഹായിക്കുമ്പോൾ അത് ദൈവനാമം നമ്മളിലൂടെ മഹത്വപ്പെടുകയാണ്. മറ്റൊരാളെ സഹായിക്കുമ്പോൾ അത് ദൈവത്തിന് നാം അല്ലെങ്കിൽ ദേവാലയങ്ങളിൽ നാം കൊണ്ട് പണം കൊടുക്കുക എന്നുള്ളതല്ല, അത് മാത്രമല്ല ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെയ്യേണ്ടത്. നാം നമ്മുടെ ചുറ്റുപാടുകളിൽ കഴിയുന്ന വ്യക്തികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് അർഹമായത് നാം ചെയ്യുമ്പോൾ
നമ്മുടെ ദൈവത്തിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടുകയാണ്. ദൈവനാമത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത്. നാം അതിനൊരു മറുപടിയോ പ്രതിഫലമോ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് ചെയ്യേണ്ടത്. അപ്പോൾ അത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഭക്ഷണമില്ലാത്ത ഒരു വ്യക്തിക്ക് ഭക്ഷണം നൽകുമ്പോൾ, വസ്ത്രമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് വസ്ത്രം നൽകുമ്പോൾ, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം നൽകുമ്പോൾ, ഇതൊക്കെയും നമ്മുടെ ജീവിതയാത്രയിൽ നാം ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. ഭവനങ്ങൾ പണിയുമ്പോൾ എത്രയധികം പണം മുടക്കി ഓരോ ഭവനങ്ങൾ എത്ര വേസ്റ്റ് ആയിട്ട് ധാരാളത്തിൽ ഭവനങ്ങൾ പണിയുന്നത് നാം കാണാറുണ്ട്. 2 പേർ അല്ലെങ്കിൽ 3-4 പേർ താമസിക്കുന്ന ഭവനം 5-8 ബെഡ്റൂമുകളും അതിനോട് ചേർന്നുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകളൊക്കെയും നാം പണിയുമ്പോൾ അതിലൊന്ന് വെട്ടിക്കുറച്ച് ഒരു ബാത്റൂം കുറച്ച് ആ ബാത്റൂമിൻ്റെ പണം അല്ലെങ്കിൽ ഒരു മുറിയുടെ പണം കൊണ്ട് മറ്റൊരാൾക്ക് ഒരു സാധു ഭവനത്തിനൊരു ഭവനം നാം ചെയ്തു കൊടുത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വലിയ പ്രാഗൽഭ്യം ഉണ്ടാകുകയും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അത് മുഖാന്തരമൊരുക്കുകയും ചെയ്യും എന്ന് നാം മനസ്സിലാക്കുക. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 2:6 നാം വായിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 6, ദൈവം ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അപ്പോൾ നാം എങ്ങനെ ഈ ലോകത്ത് ജീവിക്കുന്നു, എങ്ങനെ നാം പ്രവർത്തിക്കുന്നു, എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അതനുസരിച്ചാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ അവിടെയും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ വഴികൾക്കും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് ആനുപാതികമായി നാം ചെയ്യുന്ന നന്മകൾക്ക് ആണ് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്താൽ നന്മ ലഭിക്കും, തിന്മ ചെയ്താൽ അത് ആയിരിക്കും നമുക്ക്. അതായത് തിന്മയെന്ന് പറയുമ്പോൾ ദൈവഹിതം മനസ്സിലാക്കിയിട്ടും ചെയ്യാതെ ഇരിക്കുന്നവന് വളരെ അടി ലഭിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവഹിതം അറിഞ്ഞിട്ടും ചെയ്യാതിരിക്കുന്നതും തെറ്റാണ്. പാപമെന്ന് പറയുമ്പോൾ ദൈവം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് മാത്രമല്ല, ചെയ്യുവാൻ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതും പാപത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നതാണ്. അപ്പോൾ ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, അത് നമ്മുടെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് ആ ബന്ധത്തിൽ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയും നമ്മുടെ ചുമതലകൾ, അത് നാം ചെയ്യാതെ ഇരിക്കുന്നതും ദൈവത്തിൻ്റെ സന്നിധിയിൽ തെറ്റുകളാണ്, കുറ്റമാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ മധ്യേ നാം ജീവിക്കുമ്പോൾ നമുക്ക് കടപ്പാടുകളുണ്ട്. സമൂഹത്തിൽ വസിക്കുന്ന വ്യക്തികൾ, നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നവരെങ്കിൽ ആ അനുഗ്രഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് വലിയ ചുമതലയുണ്ട്. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ ഭക്ഷണമില്ലാതിരുന്നു, അല്ലെങ്കിൽ ഞാൻ വിശപ്പുള്ളവനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല, നിങ്ങളെനിക്ക് നൽകിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് അവിടെ കർത്താവ് പറയുന്ന തിരുവചനം നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നാം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, എല്ലാ അനുഗ്രഹങ്ങൾക്കും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. തിരുവചനം അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നാം അത് വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം നൽകുവാനാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെന്നുള്ളത് നിശ്ചയമാണ്. കാരണം വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുന്നതിനെക്കുറിച്ച് ഉള്ള പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർപ്പ്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഇനിയും പൂർത്തീകരിക്കാത്ത പ്രവചനമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് എന്ന് പറയുമ്പോൾ അത് നമുക്കറിഞ്ഞുകൂടെ എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നമ്മൾ എപ്പോഴും അതിനായി ഒരുങ്ങിയിരിക്കുക. അപ്പോൾ നാം ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് കൂടി തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതായത് നാം ഒരാളെ സഹായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്കൊരു നന്മ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം നാം
ചെയ്യേണ്ടത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23-24 തിരുവചനത്തിൽ നാം വായിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അപ്പോൾ നാം ഒരു കാര്യം ചെയ്താൽ മറ്റുള്ളവരിൽ നിന്ന് പ്രകീർത്തിക്കപ്പെടുവാനല്ല, മറ്റുള്ളവർ നമ്മെ ധാനിയാണ് എന്നവനെ ബോധ്യപ്പെടുത്തുവാനല്ല, നാം കർത്താവിനെന്ന പോലെ നാം ചെയ്യുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. കർത്താവിന് ചെയ്യുന്നത് പോലെ നാം ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനുഷ്യർക്കെന്ന പോലെയല്ല, കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. നിർബന്ധത്താലല്ല, മനസ്സോടെ. അതാരും നിർബന്ധിച്ചിട്ടോ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുക അല്ല, പിന്നെ നല്ല മനസ്സോടെ ചെയ്യുക. വീണ്ടും പറയുന്നു, അവകാശമെന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുമെന്ന് അറിയുവിൻ. എന്തെന്നാൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാകുന്നു. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും പ്രതിഫലമുണ്ട്. നന്മ ചെയ്താൽ നന്മ കൊയ്യും, തിന്മ ചെയ്താൽ അതും. അപ്പോൾ നാം അപ്രകാരം നന്മകൾ ചെയ്യുമ്പോൾ ഇവിടെ നാം വായിക്കുകയാണ്, അവകാശമെന്ന പ്രതിഫലം കർത്താവിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കും എന്നറിയുവിൻ. കർത്താവ് ആർക്കും കടക്കാരനായിരിക്കുകയില്ല. കർത്താവിൻ്റെ നാമത്തിൽ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം കർത്താവ് നമുക്ക് നൽകും. നമ്മുടെ ആവശ്യ സമയത്ത് ദൈവം നമുക്ക് നൽകും. അത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത്. നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്, ദൈവഹിതമാണ് എന്ന് മനസ്സിലാക്കി സന്മനസ്സോടെ ചെയ്യുവാൻ ഇവിടെ പറയുകയാണ്. എന്തെന്നാൽ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് കർത്താവിനാകുന്നു. നാം ശുശ്രൂഷ ചെയ്യുന്ന കർത്താവിനാണ്. ഒരുപക്ഷെ സ്വീകരിക്കുന്ന ആൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ മറന്നുപോയെന്നിരിക്കും. അവരിൽ നിന്ന് കൈപ്പേറിയ പ്രതികരണങ്ങൾ, പെരുമാറ്റങ്ങൾ ഒരുപക്ഷെ നാം നേരിട്ടെന്നിരിക്കും. നമ്മളതിൽ ഭാരപ്പെടേണ്ട. കാരണം നാം ചെയ്തത് ആർക്കാണ്? കർത്താവിനാണ്, കർത്താവിൻ്റെ നാമത്തിലാണ്. നാം ഒരു വ്യക്തിക്കല്ല ചെയ്തത്, ആ കർത്താവിൻ്റെ നാമത്തിൽ മറ്റൊരു വ്യക്തിക്ക് നാം ചെയ്ത കാര്യമാണ്. അപ്പോൾ അവൻ്റെ പ്രതികരണത്തെ കൊണ്ട് നാം മടുത്തു പോകരുത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 3 മുതൽ 8 വരെയുള്ള തിരുവചനത്തിൽ നാം വായിക്കുകയാണ്. 12 റോമൻസ് ചാപ്റ്റർ 12 വേഴ്സസ് 3-8. ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു, നിങ്ങൾ ഉള്ളതിലധികം ഭാവിക്കാതെ ദൈവം അവനവൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതനുസരിച്ച് സമചിത്തയോടെ സ്വയം വിലയിരുത്തുവിൻ. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങൾ ഉണ്ടല്ലോ, എന്നാൽ ഈ അവയവങ്ങൾക്കെല്ലാം ഒരേ പ്രവൃത്തിയല്ല ഉള്ളത്. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് വ്യത്യസ്ത വരങ്ങൾ ഉള്ളതുകൊണ്ട് പ്രവചനവരത്തിനുള്ളതാണെങ്കിൽ തൻ്റെ വിശ്വാസമനുസരിച്ച് വിനിയോഗിക്കട്ടെ, ശുശ്രൂഷയ്ക്കുള്ളതാണെങ്കിൽ ശുശ്രൂഷിക്കുകയും ഉപദേശത്തിനുള്ളതാണെങ്കിൽ ഉപദേശിക്കുകയും ചെയ്യട്ടെ, പ്രബോധനത്തിനുള്ളതാണെങ്കിൽ പ്രബോധിപ്പിക്കട്ടെ, ദാനത്തിനുള്ളതാണെങ്കിൽ ഔദാര്യത്തോടെ നൽകട്ടെ, ഭരിക്കുന്നതിനുള്ളതാണെങ്കിൽ ശുഷ്കാന്തിയോടെ ഭരിക്കട്ടെ, കരുണയ്ക്കുള്ളതാണെങ്കിൽ പ്രസന്നതയോടെ ചെയ്യട്ടെ. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, കൃപകളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നതെങ്കിലും ഇതൊരു ഗൈഡ് ലൈൻ മാത്രമാണ്. ദൈവം നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അത് ഏറ്റവും പ്രസാദകരമായിട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയണം. നാം വായിക്കുകയാണ്, ശുശ്രൂഷയ്ക്കുള്ളതാണെങ്കിൽ ശുശ്രൂഷിക്കുകയും ഉപദേശത്തിനുള്ളതാണെങ്കിൽ ഉപദേശിക്കുകയും ചെയ്യട്ടെ, പ്രബോധനത്തിനുള്ളതാണെങ്കിൽ പ്രബോധിപ്പിക്കട്ടെ, ദാനത്തിനുള്ളതാണെങ്കിൽ ഔദാര്യത്തോടെ നൽകട്ടെ, ഭരിക്കുന്നതിനുള്ളതാണെങ്കിൽ ശുഷ്കാന്തിയോടെ ഭരിക്കട്ടെ, കരുണയ്ക്കുള്ളതാണെങ്കിൽ പ്രസന്നതയോടെ ചെയ്യട്ടെ. അപ്പോൾ ഓരോന്നും ഒരു പിറുപിറുപ്പും കൂടാതെ ദൈവം നൽകിയ നന്മകളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന്, ദൈവം നൽകിയ സമ്പത്തായിരുന്നാലും സാഹചര്യങ്ങളായിരുന്നാലും കഴിവുകളായിരുന്നാലും ദൈവം നൽകിയിരിക്കുന്ന സമയമായിരുന്നാലും അതൊക്കെയും സന്തോഷത്തോടു കൂടി ദൈവനാമത്തിൽ നാം ചെയ്യുമ്പോഴാണ് അതിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും നാം ഗലേത്യ ലേഖനം, ഗലേഷ്യ ചാപ്റ്റർ 6:7-9, ഗലേത്യ ലേഖനം 6-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനം. വഞ്ചിക്കപ്പെടാതിരിക്കുവിൻ, ദൈവം പരിഹസിക്കപ്പെടുന്നില്ല, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം എന്ത് വിതയ്ക്കുന്നുവോ അതാണ് നാം കൊയ്യുന്നത്. നാം നെല്ല് വിതച്ചാൽ നമുക്ക് അവിടെ നിന്ന് നെല്ലാണ് കിട്ടുന്നത്, ഗോതമ്പ് കിട്ടുകയില്ല. അപ്പോൾ എന്ത് നാം വിതയ്ക്കുന്നുവോ അത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നന്മ, നിത്യജീവനെ കൊയ്യും. അപ്പോൾ ജഡത്തിൽ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റേതാകുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചിന്ത, ലോകപരമാകുന്ന ചിന്ത. ലോകത്തിൽ ജീവിക്കുമ്പോൾ അതിനുള്ള സമ്പത്ത്, പേര്, പെരുമ,
സ്ഥാനം, മാനം, ഇതാണ് ജഡത്തിൽ വിതയ്ക്കുന്നവൻ. അവൻ്റെ ലക്ഷ്യം ഈ ജഡപ്രകാരം, ലോകപ്രകാരമാണ്. മറ്റുള്ളവരിൽ നിന്ന് ഉന്നതനായിരിക്കണം, പണമുണ്ടാകണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടാകണം, ഉയർന്ന ഉദ്യോഗമുണ്ടാകണം, അറിവുണ്ടാകണം, മറ്റുള്ളവരുടെ മുമ്പിൽ ശ്രേഷ്ഠനായിരിക്കണം. ഇത് എന്താണ് നാം പറയുകയാണ്, ജഡത്തിൽ വിതയ്ക്കുന്നവൻ. ജഡീകമായ ചിന്തകൾ, ലോകപരമാകുന്ന ചിന്തകൾ, അങ്ങനെയുള്ളവർക്ക് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. ആത്മാവിൽ നാം വിതയ്ക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ പ്രബോധിപ്പിക്കുന്ന കാര്യങ്ങളിൽ വ്യാപൃതരായി മുമ്പോട്ട് അപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. എന്നിട്ട് പറയുന്നു, നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും. അപ്പോൾ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മടുപ്പ് കടന്നു വരാൻ സാധ്യതയുണ്ട്. കാരണം നന്മ ചെയ്തിട്ടും അത് റിക്കഗ്നൈസ് ചെയ്യാതെയോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ നാം കർത്താവിനെന്ന പോലെ ചെയ്യുമ്പോൾ ആ പ്രതികരണങ്ങളെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ട, അവിടെ നമുക്ക് മടുപ്പുണ്ടാകേണ്ട. നാം അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാതിരുന്നാൽ, അതായത് നാം ചെയ്തുകൊണ്ടേയിരുന്നാൽ തക്ക സമയത്ത് നാം കൊയ്യും എന്നിവിടെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കണക്കുകൾ ബോധിപ്പിക്കേണ്ടവരാണ്. അത് ദൈവഹിതം അനുസരിച്ച്, ദൈവഹിതം മനസ്സിലാക്കി അനുസരിച്ച് പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ, ശക്തരാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.